ഈ ഫ്രിഡ്ജിൻ്റെ വാഷറിൽ അടിഞ്ഞിരിക്കുന്ന അഴുക്ക് ഇതുപോലൊന്നും തുടച്ചാൽ നിങ്ങളുടെ വീട്ടിലെ കറണ്ട് ബില്ല് നേർപകുതിയാകും. നമ്മുടെ എല്ലാം വീടുകളിലുള്ള ഒരു പ്രശ്നമാണ് ഫ്രിഡ്ജ് ഉപയോഗിച്ച് കഴിയുമ്പോൾ കറണ്ട് ബില്ല് കൂടുന്നത്. ഈ കറണ്ട് ബില്ല് കൂടാൻ തന്നെ കാരണം നമ്മുടെയൊക്കെ ഈ ഫ്രിഡ്ജിൻ്റെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ് ഇത് കറണ്ട് ബില്ല് കൂടുന്നത്. ഫ്രിഡ്ജിനകത്തുണ്ടാകുന്നത് ഈ സൈഡിലൊക്കെ കണ്ട ഒരു വാഷർ കാണും. ഈ വാഷറിലൊക്കെ ഇരിക്കുന്ന അഴുക്കുണ്ട്. ഈ ഫ്രിഡ്ജിൽ തന്നെ കണ്ടാലും അറിയാം, വാഷറിൽ അവിടെ എല്ലാം അഴുക്കുകളാണ്. ഈ അഴുക്കുകളൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ ഫ്രിഡ്ജ് അടയ്ക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ അടയത്തില്ല. അങ്ങനെ അടയാതെ വരുമ്പോൾ തന്നെ വെളിയിൽ നിന്നുള്ള വായു ഫ്രിഡ്ജിനകത്തേക്ക് കയറുകയും അങ്ങനെ കയറി കഴിയുമ്പോഴും നമുക്ക് കറണ്ട് ബില്ലുകൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് സോഡാപ്പൊടി വേണം, ഒരു നാരങ്ങ. ഈ 2 ഐറ്റംസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡ ഇടണം. ഞാൻ ആദ്യം തന്നെ പറയാം, നമ്മളിത് തുടയ്ക്കുമ്പോൾ തന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ മെയിനായിട്ടും നമ്മൾ ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യണം. അതുപോലെ ഒരു കോട്ടൺ തുണി എടുക്കുക, തുണിയിൽ മുക്കിയിട്ട് ഈ വാഷറിനകത്തുള്ള അഴുക്കുകൾ തുടച്ച് കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിലുണ്ടായിരുന്ന അഴുക്കുകളെല്ലാം പോകും. അപ്പോൾ എന്താ സോഡാപ്പൊടി നാരങ്ങ ഉപയോഗിച്ച് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോട്ടൺ തുണി കാണുമ്പോൾ തന്നെ മനസ്സിലാതിലുണ്ടായിരുന്ന അഴുക്കുകൾ. ഇതുപോലെ തന്നെ ഈ വാഷറുകൾ ഫുൾ തുടയ്ക്കണം. അതായത് ഇവിടെ ഇത്രയുടെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ളൂ, ബാക്കി അങ്ങോട്ടുള്ള അഴുക്കുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതിൽ അഴുക്കുകളൊക്കെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫ്രിഡ്ജിന് നിങ്ങൾക്ക് ഡോർ നല്ല രീതിയിൽ തന്നെ അടയുകയും അതുപോലെ തന്നെ കറണ്ട് ബില്ല് ലാഭിക്കുകയും ചെയ്യാം.